12 വയസ്സുള്ള ആൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചതായി പരാതി. ഓയൂർ മീയന റോഡുവിള പെരുമ്പുറത്ത് അജാസ് മൻസിൽ അൻസാരിയുടെ മകൻ 12 വയസ്സുള്ള മുഹമ്മദ് അജാസിനെയാണ് വെള്ള ഓൾട്ടോ കാറിലെത്തിയ സംഘം തട്ടിക്കൊണ്ടുപോകാനായി ശ്രമിച്ചതെന്ന് പരാതി. KPM-HSS-ൽ 7ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് മുഹമ്മദ് അജാസ്. കുട്ടി സ്കൂൾ വിട്ടു വരുന്ന വഴി ഒരു വെള്ള ആൾട്ടോ കാർ നിർത്തി മിഠായി വേണമോ എന്ന് ചോദിക്കുകയും വേണ്ട എന്ന് പറയുകയും ചെയ്തു. തുടർന്ന് കുട്ടിയുടെ അടുത്ത് മോന്റെ വീട് എവിടെയാണെന്ന് ചോദിക്കുകയും ഞങ്ങൾ നിന്നെ വീട്ടിലാക്കാമെന്ന് പറയുകയും ചെയ്തു. കുട്ടി ഇത് നിരസിച്ചതോടെ കാറിൽ ഉണ്ടായിരുന്ന ചൂരൽ വടിയെടുത്ത് അടിച്ചുവെന്നാണ് കുട്ടി പറയുന്നത്. ഞാൻ സ്കൂളിൽ വിട്ട് വരുമായിരുന്നു. അപ്പോഴത്തേന് ഒരു കാറ് കൊണ്ട് എന്റെ ബാക്കിൽ നിർത്തിയിട്ട് ഓയൂര് പോകുന്ന വഴി ഒഴിച്ച് ഞാൻ പറഞ്ഞ അറിയത്തില്ലെന്ന് പറഞ്ഞു. അപ്പൊ എന്റെ ഒരു മുട്ടായി എടുത്ത് വന്നിട്ട് പറഞ്ഞ് ഇത് തിന്നോളാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ടെന്ന് പറഞ്ഞു. അപ്പോഴത്തേന് എന്റെ അടുത്ത് ചോദിച്ചു വീട് എവിടെയാണ്. ഞാൻ പറഞ്ഞു ഇവിടെ പെരുവർത്താന്ന് പറഞ്ഞു വണ്ടി കയറിയ വീട്ടിലോട്ടാക്കാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണം. അപ്പൊ പറഞ്ഞു വണ്ടി കയറി വീട്ടിലാക്കാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ വണ്ടിക്കകത്തുനിന്ന് ഒരു കമ്പെടുത്ത് എന്റെ കയ്യിൽ അടിച്ച് ഞാൻ അവിടുന്ന് ഓടി മാറി ഒരു കടയുടെ ബാക്കിൽ ഒളിച്ച്. അപ്പൊ ഒരു വണ്ടിയും തിരിച്ചോണ്ടങ്ങ് പോയി. റോഡുവിള കാവടി പനവട്ടം നാഗരാജ ക്ഷേത്രത്തിന് മുന്നിൽ വെച്ചായിരുന്നു സംഭവം. നമസ്കാരം. എൻ്റെ പേര് അൻസാരി. എൻ്റെ മോനാണ് ഇന്നലെ അജാസ് ഇന്നലെ സ്കൂൾ വിട്ട് ഇതുപോലെ വരുന്ന വഴിക്ക് ഒരു ആൾട്ടോ കാറിലെത്തിയ 2 പേര് തടഞ്ഞു നിർത്തുകയും അവൻ്റെ അടുത്ത് ഓയൂര് പോകുന്ന വഴി ചോദിച്ചു. അപ്പോൾ അവൻ അതുപോലെ വഴി അറിയത്തില്ലെന്ന് പറഞ്ഞ് അങ്ങനെ മുട്ടായി എടുത്ത് കാണിച്ചിട്ട് വണ്ടിയിൽ കയറി വീട്ടിലോട്ടാക്കി തരാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ട. അങ്ങനെ 2-3 വട്ടം ചോദിച്ചവര്. അപ്പോൾ അവൻ വിസമ്മതിച്ചപ്പോൾ വണ്ടിയിൽ നിന്ന് തന്നെ ഒരു കമ്പെടുത്ത് അവൻ്റെ കയ്യിൽ അടിക്കുകയും ഇപ്പൊ ഇവിടെ വീട്ടിൽ കരഞ്ഞോണ്ടാ വരുന്നത്. ഏകദേശം ഒരു 3:30 കഴിഞ്ഞപ്പോഴത്തേന് ഇവ വീട്ടിലെത്തി. അപ്പോൾ അത് നമ്മൾ അവൻ്റെ അടുത്ത് വീട്ടിൽ കരഞ്ഞോണ്ട് വരുമ്പോൾ ഞാൻ കിടന്ന് ഉറങ്ങിയത്. അപ്പൊ അവന്റെ ഉമ്മായും മുത്തുമായും ചോദിക്കുന്നു എന്തിനാണ് കരയുന്നത്. അപ്പൊ പറഞ്ഞു ഇതുപോലെ കാറിൽ കയറാൻ പറഞ്ഞ അങ്ങനെ കയറായിരുന്നപ്പോൾ അവർ കമ്പെടുത്ത് തന്നെ അടിച്ച് കൈ നല്ലോണം വേദനിക്കുന്നെന്നും പറഞ്ഞിട്ടാണ് പറയുന്നത്. അപ്പൊ ഞാൻ ഇത് കേട്ടോണ്ട് പെട്ടെന്ന് എഴുന്നേറ്റിട്ട് ഞാൻ ചോദിച്ചു എന്തോ പറ്റിയടാ. അവൻ ഇതുപോലെ കാറിൽ കയറാൻ പറഞ്ഞിട്ട് കയറാൻ എന്നെ അടിച്ച് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ബാ നമുക്ക് സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അവനെ വിളിച്ചോണ്ട് ഞാൻ സ്റ്റേഷനിലോട്ടല്ല പോയത്, നേരെ സ്കൂളിലാണ് പോയത്. സ്കൂളിൽ പോയി ഇതുപോലെ ടീച്ചറെ കണ്ട് ഇതുപോലെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്ന് പറഞ്ഞ് അപ്പോഴന്നെ അവര് ഹെഡ് മാസ്റ്ററെ വിളിച്ചു. അതുപോലെ അവിടുത്തെ പ്രിൻസിപ്പളെ വിളിച്ചു. അവര് വന്ന് അത് അപ്പോഴന്നെ അവരെത്തി. അതുപോലെ തന്നെ സാറന്മാരെല്ലാരും വന്ന് അതുപോലെ സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞു. സ്റ്റേഷനിൽ വിളിച്ചപ്പോൾ സ്റ്റേഷനിൽ നിന്ന് ഒരു 10-20 മിനിറ്റ് കൊണ്ട് പോലീസുകാരെത്തി സംഭവ സ്ഥലം സന്ദർശിക്കുകയും വിവരം അന്വേഷിക്കുകയൊക്കെ ചെയ്ത് അതിനുശേഷം സ്കൂളിൽ വന്ന് നമ്മൾ സ്കൂളിൽ തന്നെ ഒരു ലെറ്റർ പരാതി കൊടുത്തു. സ്കൂളിന് ഒരു പരാതി കൊടുത്തു ഇതുപോലെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. അതുപോലെ തന്നെ സ്റ്റേഷനിൽ നമ്മളൊരു പരാതി കൊടുത്തു. അങ്ങനെ സ്കൂളിൽ നമ്മൾ കൊടുത്ത പരാതി പ്രകാരം അവരുടെ സ്കൂൾ ലെറ്റർ പാഡിൽ തന്നെ പരാതി എഴുതി. ചില സാറന്മാരും കൂടെ നമ്മുടെ കൂടെ വന്ന് പ്രിൻസിപ്പാളും വന്ന് വിനോദ് സാറും അതുപോലെ തന്നെ അയ്യൂബ് സാറും കൂടെ വന്ന് സ്റ്റേഷനിൽ വന്ന് പരാതി കൊടുക്കാൻ കൂടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് വന്നതിന് ശേഷം സ്റ്റേഷനിൽ നിന്ന് പോലീസുകാർ വീണ്ടും രാത്രി വന്നിട്ടുണ്ടായിരുന്നു. 11 മണി വരെ അവരുണ്ടായിരുന്നു. പല സ്ഥലത്തും CCTV ഉള്ള വീട്ടിൽ 2-3 വീട്ടിൽ CCTV വർക്കല്ല. ഇപ്പൊ വർക്കുള്ള ഒരു 2 വീട്ടില് നോക്കിയപ്പോഴത്തേന് ഈ വണ്ടി കാണാൻ പറ്റിയിട്ടില്ല. അപ്പൊ പോലീസുകാർ ഏകദേശം 11 മണി വരെ ഇന്നലെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പോയിട്ട് രാവിലെ വരാന്ന് പറഞ്ഞു. ഒരു 10-11 മണിയോടുകൂടി വീണ്ടും വന്നു. SI സാറൊക്കെ വന്നു. അതുപോലെ ഇന്നലെ രാത്രി തന്നെ ഞാൻ ഇവനെ ഒന്ന് റിലാക്സ് ആവട്ടെ, നല്ല ഭയം ഉണ്ടായിരുന്നു. അങ്ങനെ റിലാക്സ് ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പുറത്തോട്ട് പോയപ്പോൾ ഇവനെ കൊണ്ട് പോയി റോഡുകളിൽ വെച്ച് ഈ ഡ്രൈവർ വണ്ടി ഓടിച്ചിരുന്ന ആളെ ഇവൻ ബൈക്കിൽ പോകുന്നതായിട്ട് ഇവൻ കാണുകയും പെട്ടെന്ന് വന്ന് തന്നെ പറയുകയും ചെയ്തു. ഇതുപോലെ ഇന്നലെ എന്നെ അടിച്ച ആള്, കാർ ഓടിച്ചിരുന്ന ആള് ഇതുപോലെ ബൈക്കിൽ ഇതിലേ കൂടെ പോയി അപ്പാന്ന് പറയും. ഞാൻ അപ്പോഴന്നെ വീണ്ടും പോലീസിനെ വിളിച്ചു. അങ്ങനെ രാത്രി വീണ്ടും പോലീസുകാർ വന്ന് ഇന്ന് റോഡുകളിൽ നിന്ന് ഒരു കടയിൽ കയറി CCTV നോക്കിയപ്പം അവിടെ എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ രണ്ടാമത് വേറൊരു മൊബൈലോടെ കയറി CCTVയുടെ ഒരു ദൃശ്യമൊക്കെ എടുത്ത് ഇവ അത് ഐഡന്റിഫൈ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ഒരു കള്ളി ഷർട്ടിട്ട് ഒരാൾ ബൈക്കിൽ പോകുന്നത്. അപ്പൊ അതിന്റെ തുടർ നടപടിയായിട്ട് ഇനി കുറച്ച് കഴിഞ്ഞിട്ട് ഉച്ച കഴിഞ്ഞിട്ട് വരാമെന്നും പറഞ്ഞിട്ട് സാറന്മാർ പോയിട്ടുണ്ട്. ഉച്ച കഴിഞ്ഞ് വരാമെന്നും പറഞ്ഞിട്ടുണ്ട് ബാക്കി CCTV ഒക്കെ എടുക്കാൻ. എന്തായാലും ഇതിപ്പം പല സ്ഥലത്തുനിന്നും ഇങ്ങനെ വിളിച്ചിട്ട് ഇപ്പോൾ ആൾക്കാർ പറയുന്നുണ്ട്, ഈ വിഷയം അറിഞ്ഞുകൊണ്ട് വിളിച്ചിട്ട് പറയുന്നുണ്ട്. ഈ അടുത്ത പ്രദേശങ്ങളിലൊക്കെ ഒരാഴ്ച മുന്നേ തന്നെ സ്കൂളിന്റെ തൊട്ട് താഴെ ഒരു വെള്ള ആൾട്ടോ കാറിൽ വന്ന് 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ചെറുക്കന്റെ പിറകെ വരികയും അവരത് കാര്യമാക്കി എടുത്തില്ല. പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും ഇതുപോലെ കണ്ടെന്നും അവരെ വണ്ടിയുടെ നമ്പരൊക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നും പറഞ്ഞു. അതും ഒരു വെള്ള ആൾട്ടോ കാറാന്ന് പറയുന്നുണ്ട്. അപ്പം ഇനി നമ്മുടെ പിള്ളേരൊക്കെ ഇപ്പൊ ഈ എക്സാം നടക്കുന്നതുകൊണ്ട് തന്നെ 2 സമയത്താണ് എക്സാം നടക്കുന്നത്, രാവിലെ മുതൽ ഉച്ച വരെയും ഉച്ച തൊട്ട് വൈകുന്നവരെ. അപ്പൊ പിള്ളേർ കൂടുതലും ഈ സ്കൂൾ വണ്ടി കാത്തിരിക്കാതെ തന്നെ ഈ പോയി നടന്നു പോവുകയും വരെയും ചെയ്യുന്ന ഒരു സംവിധാനമാണുള്ളത്. എന്ന് വെച്ചാൽ സ്കൂളിന്റെ ഒരു 1.5 കിലോമീറ്റർ ചുറ്റളവിൽ വണ്ടി സൗകര്യം എന്ന് വെച്ചാൽ ലൈൻ ബസ് സൗകര്യം കുറവായതുകൊണ്ട് തന്നെ ഗ്രാമമേഖല ആയതുകൊണ്ട് പിള്ളേർ
പോയി വരിക ചെയ്യുന്നത്. അപ്പൊ ഒരു തുടരെ ഈ അടുത്ത പ്രദേശങ്ങളിൽ സ്കൂൾ കേന്ദ്രീകരിച്ചൊക്കെ ഇങ്ങനെ ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പൊ എല്ലാ രക്ഷിതാക്കളും ഇതുമായി ബന്ധപ്പെട്ട് ഒരു ജാഗ്രത പുലർത്താനും അതുപോലെ തന്നെ ഈ ഒരു സംഭവത്തോടു കൂടി ഇനി നമ്മുടെ ഈ പരിസര പ്രദേശങ്ങളിലൊന്നും ഇങ്ങനെ സംഭവിക്കരുത്. അപ്പൊ അതിനു വേണ്ടിയുള്ള ഒരു ഇടപെടൽ എല്ലാവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവണം. അത് ശക്തമായി തന്നെ അതിന്റെ പിന്നിൽ ആരെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അവരെ കൊണ്ടുവന്ന് നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണമെന്നാണ് എനിക്ക് രക്ഷിതാവെന്ന നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത്. ഒരു വർഷം മുന്നേ സമാനമായ കേസുണ്ടായ ഓട്ടുമല എന്ന സ്ഥലത്തു നിന്നും 3 കിലോമീറ്റർ അടുത്താണ് ഈ സംഭവം അരങ്ങേറിയത്. നമസ്കാരം, ഞാൻ IHRCIയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് നജീം സൈനുദ്ദീൻ. ഇന്നലെ ഒരു വിഷയം ഇവിടെ നടന്നായിരുന്നു. ഒരു കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോകാനുള്ളൊരു ശ്രമം ഇവിടെ നടന്നായിരുന്നു. അപ്പൊ ഇതിനു മുമ്പും ഇവിടെ കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോകുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇവിടെ അടുത്ത് ഓട്ടുമല എന്ന് പറയും, ഓയൂർ ഓട്ടുമല. അവിടെ ഒരു കുഞ്ഞിനെ പോയ ഒരു സംഭവം ഉണ്ടായിരുന്നു. അത് ലോകം മൊത്തം അറിഞ്ഞൊരു സംഭവമാണ്. ഇപ്പം കുഞ്ഞുങ്ങൾക്ക് പുറത്തിറങ്ങി നടക്കാൻ വയ്യാത്ത ഒരു സിറ്റുവേഷനാണ് ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം സ്കൂളുകളിൽ വിടുന്ന മാതാപിതാക്കള് ആ കുഞ്ഞുങ്ങൾ വീട്ടിൽ വരുന്നത് വരെ തീ തിന്ന് കഴിയുന്ന ഒരവസ്ഥയാണ്. അപ്പം കുഞ്ഞുങ്ങളുടെ പിറക്കെ ഇങ്ങനെയുള്ള തട്ടിക്കൊണ്ടുപോകൽ ശ്രമങ്ങൾ നടക്കുന്നത് അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടണമെന്നും ഇത് പോലീസ് ഉദ്യോഗസ്ഥരായാലും പൊതുപ്രവർത്തകരായാലും ഈ ഒരു സംഭവം ഏറ്റെടുത്ത് അവരും കൂടെ ശ്രമിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇനി ഒരു കുഞ്ഞിനെയും തട്ടിക്കൊണ്ടു പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവരുത്. ഇപ്പം ഈ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ച കുഞ്ഞിന്റെ പിതാവ് ഇപ്പം പറഞ്ഞു, സ്കൂളില് KPM സ്കൂൾ റോഡുവിള, ആ സ്കൂളിന്റെ പരിസര പ്രദേശത്ത് നിന്ന് ഒരു കുഞ്ഞിന് ഇത് കണക്ക് 1-2 പ്രാവശ്യം തട്ടിക്കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ നടന്നിട്ടുണ്ടെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അപ്പം നമ്മുടെ ഈ ഓയൂർ മേഖലയാണ്, പൂയപ്പള്ളി പോലീസ് സ്റ്റേഷൻ പരിധിയാണ് നമ്മളത്. അപ്പം SI അദ്ദേഹത്തിനൊക്കെ പരാതി കൊടുത്തിട്ടുണ്ട്, സ്കൂളിൽ എല്ലാവരും അറിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ഇഷ്യൂ അത് എല്ലാവരും മനസ്സിലാക്കി പ്രവർത്തിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ബ്യൂറോ, കൊല്ലം.